ഹലോ, നമസ്കാരമുണ്ടേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുനിൽ മാഷായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കണം എന്നുള്ളത് കുറേ ആൾക്കാർ കുറേ കാലമായിട്ട് പറഞ്ഞുകൊടുക്കുന്നതാണ്. അപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ മാഷെ പരിചയപ്പെടുകയും മാഷായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മളെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരക്കായതുകൊണ്ട് കാണാനും സംസാരിക്കാനും വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു കൊറോണ കാലത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് മാഷായിട്ട് സൂമിൽ നിന്ന് സംസാരിച്ചാലോ എന്നുള്ളത്. അപ്പോൾ ഒരു മണിക്കൂർ ഞങ്ങളിരുന്ന് കുറേ നേരം സൊറയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച്. അപ്പോൾ അതൊന്ന് നിങ്ങൾ മുമ്പിൽ അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സൂം ചെയ്യുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കുക. ഹലോ. ഓഡിയോ കണക്ട് ആയിട്ടില്ല. ഇപ്പൊ കണക്ട് ആയി എന്നാ തോന്നുന്നു, പറയുന്നുണ്ട്. പക്ഷെ മാഷ് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല, ഞാൻ പറയുന്ന മാഷിന് കേൾക്കുന്നുണ്ടാവും. കേൾക്കുന്നില്ല. ഓഡിയോ കണക്ട് ആയി എന്നാണ്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ശരിയായി. അത് നന്നായി. അപ്പോ ഇതുപോലെ കാണാൻ പ്രയാസമില്ലല്ലോ? ഇല്ല, കാണാൻ പ്രയാസമില്ല. ഇത് മതി. ഞാൻ അതിന്റെ അപ്പൊ ഇതങ്ങനെ റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ കുറെ കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരങ്ങള്. അപ്പൊ ഞാൻ അങ്ങനെ അപ്പം മാഷായിട്ട് സംസാരിക്കണം എന്ന് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പൊ നാട്ടിൽ ഇപ്രാവശ്യം വന്നപ്പം നമുക്ക് കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ഒരു സമയം കിട്ടിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് മുമ്പേ ആലോചിക്കാറുണ്ട്, ഈ സൂം വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരോട് സംസാരിച്ചാൽ സൗകര്യമായിരിക്കുന്നല്ലോ. പക്ഷെ സൂം അങ്ങനെയാണ് പോപ്പുലർ ആയില്ല. പിന്നെ അവസാനം കോവിഡ് വന്നപ്പോ പോപ്പുലർ ആക്കി. കോവിഡ് തന്നെ പോപ്പുലർ ആക്കി. അപ്പോ മോസ്റ്റ്ലി എനിക്ക് ഈ ഒരു സമയത്തും ഇതിനു മുമ്പേയും ഇപ്പം കേരളത്തിലൊക്കെ ധാരാളം ആൾക്കാർ ഇപ്പോ മാഷ് സംസാരിക്കണ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അതിന് മാറ്റങ്ങൾ വരിക എന്നുള്ളതല്ല, പക്ഷെ ലോകം തന്നെ, ഈ സമൂഹം എന്നൊക്കെ പറയുന്നത് നമ്മള് ഈ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ വീണ്ടും പല സാധനങ്ങളും റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയമാണല്ലോ ഉണ്ടാവുക നമുക്ക്. കാരണം കോവിഡ് ഇല്ലാത്ത ഒരു കാലത്ത് നമ്മള് ലോകത്തിനെ കാണുന്ന മാതിരി അല്ലല്ലോ കോവിഡ് ഉള്ള സമയത്ത് നമ്മൾ ലോകത്തെ കാണുന്നു. അപ്പം അവിടെ നമ്മളെ മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണോ ചെയ്യുക, അല്ല മെച്ചപ്പെടുകയാണോ ചെയ്യുക? കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മളുടെ GK ചെസ്റ്റർട്ടൺ പറഞ്ഞത്, അതായത് when we are in a boat together in a stormy sea, we owe each other a terrible and tragic loyalty. അപ്പം കൊടുങ്കാറ്റ് വന്നു, ഒരു തോണിയിലാണ് എന്ന് മനസ്സിലാവുമ്പോൾ ആൾക്കാർ ഒരു ചോദ്യമാണ്. അപ്പൊ അവിടുന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് മാഷ് ഇപ്പോ നിരന്തരമായിട്ട് മാഷ് പല കാര്യത്തിലും സംസാരിക്കണ്ടായിരുന്നു ഈ കൊറോണ വരുന്നതിന്റെ മുമ്പൊക്കെ ആയിട്ട് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. ഇപ്പം കൊറോണ മാറി എന്നുള്ളൊരു സമയം, ഒരു പോയിന്റിൽ നമുക്ക് പറയാൻ പറ്റില്ല നാളെ മുതൽ ഇനി കൊറോണയ്ക്ക് ശേഷമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ സമൂഹത്തിൽ എങ്ങനെയാണ് ആൾക്കാരുടെ ചിന്തകൾ മാറാൻ സാധ്യത ആൾക്കാരുടെ ചിന്തകൾ? അല്ല, മാറാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്താന്ന് വെച്ചാലേ, ഇപ്പൊ ആളുകള് ബോധപൂർവം മാറുക എന്നതിനേക്കാൾ ഒരുപക്ഷെ ഈ സന്ദർഭം അവരെ മാറാൻ പ്രേരിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഇക്കാലം വരെ നമ്മൾ ജീവിച്ച ജീവിത രീതികൾക്ക് ഇനി ഏതളവില് അതുപോലെ തന്നെ തുടരാൻ കുറച്ചൊരു പ്രയാസമാവുമല്ലോ. സ്വാഭാവികമായിട്ട് അത് മാറ്റത്തിലേക്ക് പോകേണ്ടി വരും. ഇപ്പൊ ഞാൻ കരുതുന്നത്, ഞാനിപ്പോ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ഇതുപോലുള്ള ചില ചർച്ചകളിലൊക്കെ പറഞ്ഞൊരു കാര്യം തന്നെ ഇവിടെയും പറയണം തോന്നുന്നു. അതായത് ഇപ്പൊ കേരളം ഇതിനെ അത്യാവശ്യം നന്നായി നേരിട്ടു എന്ന് പൊതുവെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ നേരിടല് വാസ്തവത്തിൽ ഇപ്പൊ
ഒരു ഭരണ മികവ് അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഉണ്ട് അതിനകത്ത്. പക്ഷെ കേരളത്തിന്റെ ഒരു ദീർഘകാല ചരിത്രത്തിന് അതിന് റോളുണ്ട്. പിന്നെ ഹിന്ദു അതിനെക്കുറിച്ച് ഒരു പ്രസംഗം എഴുതിയപ്പോ ഹിന്ദു മനോഹരമായിട്ട് അവസാനിപ്പിക്കുന്നത് കേരളത്തെ നിങ്ങൾക്ക് അനുകരിക്കാം, പക്ഷെ കേരളത്തിന്റെ റിസൾട്ട് ആവർത്തിക്കാന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ്. എന്നിട്ട് അവര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 100 കൊല്ലത്തെ സോഷ്യൽ റെവല്യൂഷന്റെ റിസൾട്ടാ അത്, അതല്ലാതെ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായ ഒരു റിസൾട്ട് അല്ല. അപ്പൊ ആ ഒരു ഘടകത്തെ ഒരുപക്ഷെ കേരളീയ സമൂഹം കൂടുതൽ തിരിച്ചറിയും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. തിരിച്ചറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 10-20 വർഷമൊക്കെ ആയിട്ട് നമ്മളുടെ ആ ഒരു ട്രഡീഷനെ വിലമതിക്കാത്തൊരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടായിരുന്നു. ഈ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റൽ വാല്യൂ എന്ന് പറയുന്നതിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ശക്തമായിട്ട് വന്നു. അപ്പോ അവരത് തിരിച്ചറിയാൻ നിർബന്ധിതരാകും എന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ട്. അത് ഒരർത്ഥത്തിൽ അതൊരു സൊസൈറ്റൽ എന്നുള്ളൊരു അംശത്തെ തിരിച്ചു കൊണ്ടുവന്നേക്കും തോന്നുന്നുണ്ട്. അത് മാഷ് പറഞ്ഞത് വളരെ ശരിയാണ്. അതെ, അത് മാഷ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു 20-30 വർഷമായിട്ട് പഴയ എന്തൊക്കെ വഴി കൂടെ നമ്മൾ സഞ്ചരിച്ചു എന്നത് മറന്നു പോകുന്ന ഒരു സംഭവം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറഞ്ഞു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ഉള്ള സ്ഥലങ്ങളിൽ പറയുന്നതാണ്. ഇപ്പൊ കാശ്മീർ, അഫ്ഗാനിസ്ഥാനിലൊക്കെ അവർ പറയുന്നത് ഒരു 25 വയസ്സുള്ള ഒരാള് യുദ്ധമല്ലാണ്ട് ഒന്നും കണ്ടിട്ടില്ല, അപ്പം സമാധാനം എന്താണെന്ന് അറിയില്ല എന്ന്. അപ്പം മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഇനിയും എടുക്കും ഒരു 30 വർഷം എന്നാ പറയുന്നത്. ഒരു 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 സമാധാനത്തിലേക്ക് പിറന്നു വീഴുന്ന ഒരാൾ വലുതാവുന്നതും യുദ്ധത്തിലേക്ക് പിറന്നു വീഴുന്ന ഒരാൾ വലുതാവുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു സോഷ്യൽ റെവല്യൂഷൻ എന്നുള്ളതിന്റെ ഇമ്പാക്റ്റും ഇമ്പോർട്ടൻസും മനസ്സിലാക്കുന്ന ഒരു ജനത വളർന്നു വരണം. ചിലപ്പോ കോവിഡ് അങ്ങനത്തെ ഒരു സാധനം തുറന്നു കൊടുക്കാൻ മതി ആൾക്കാർക്ക്. വെരി വാലിഡ്. പക്ഷെ ഇപ്പൊ നമ്മളിതൊരു ഗ്ലോബൽ ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഇന്ന് കുറെ കാലമായിട്ട് ഇപ്പൊ മാഷ് പറയുന്നതും അങ്ങനെ പല ആൾക്കാർ പറയുന്നതുമായി ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആൾക്കാർ പറയുന്നുണ്ട് ഈ മാർക്കറ്റുകളുടെ എന്താ പറയാ യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സെൻട്രലൈസ്ഡ് പവർ, അതേമാതിരി പോപ്പുലിസ്റ്റ് ഗവൺമെന്റുകളുടെ ഗ്രോത്ത് അക്രോസ് ദ വേൾഡ്, അതൊരു സൊല്യൂഷൻ ആയിട്ടാണ് വരുന്നത്. പക്ഷെ സൊല്യൂഷൻ അല്ല. ഇപ്പൊ രഘുറാം രാജൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അതായത് അതൊരു സൊല്യൂഷൻ ആയിട്ട് വരികയാണ്. അമേരിക്കയിലും ഇന്ത്യയിലും എല്ലായിടത്തും ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ ഞങ്ങളുണ്ട് എന്നും പറഞ്ഞു വരികയും അതല്ല സൊല്യൂഷൻ അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അപ്പൊ അക്രോസ് ദ വേൾഡ് ഉണ്ടാവുന്ന ഒരു അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിലും ഉണ്ടാവുന്ന ഒരു സാധനം. അപ്പൊ അതിനൊക്കെ ആൾക്കാർ എങ്ങനെ കാണും? അല്ല, ഞാനതില് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, 2 സാധ്യതയുണ്ട്. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇപ്പൊ പല സോഷ്യൽ സയന്റിസ്റ്റുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കോവിഡ് അനന്തര ലോകത്ത് ഒരുപക്ഷെ 2 വളരെ ഡിഫറന്റ് ആയ പൊസിഷൻസ് ആണ് അവർ പറയുന്നത് പലരും. ഇപ്പൊ യുവാൽ നോഹ ഹരാരി അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയൊരു സെൻട്രലൈസേഷനും എന്താ പറയാ വലിയ തരത്തിലുള്ള ഒരു സർവൈലൻസിന്റെ ലോകം, എന്നെ സർവൈലൻസിന് വിധേയമാക്കുമെന്ന് മനുഷ്യർ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന മട്ടിൽ ഉള്ള, കാരണം ഇപ്പൊ എന്റെ സംരക്ഷണം ഗവൺമെന്റ് ഒരു ബിഗ് ബ്രദറായിട്ട് ഏറ്റെടുക്കണമെന്ന് മനുഷ്യർ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥിതി, ഇത് പെരുകി വന്നൊരർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ ഒരു വലിയ തോതിൽ റദ്ദായി പോകുന്ന സ്ഥിതി ഒരുപക്ഷെ ഒരു സാധ്യതയാണ്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ ഓരോ മൂവ്മെന്റും വാച്ച് ചെയ്യപ്പെടുന്നു. ഇപ്പൊ ഒരു ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, അതോടെ നിങ്ങൾ എവിടെ പോകുന്നു, എങ്ങോട്ട് നടക്കുന്നു, ആരെ കാണുന്നു, അയാൾ കോവിഡ് പേഷ്യന്റ് ആണോ, എല്ലാം പെട്ടെന്ന് ഫീഡ് ചെയ്യപ്പെടുകയും ഒരു ടോട്ടൽ സർവൈലൻസ് നിങ്ങളെ രക്ഷിക്കാന്നുള്ള മട്ടിൽ വരികയും പിന്നെ മനുഷ്യർക്ക് അത് ശീലമായി കഴിയുമ്പോ ഭരണകൂടത്തിന്റെ ഒരു യുക്തി ഭീകരമായി നമ്മളെ വിഴുങ്ങുകയും ചെയ്യാം. ഇതൊരു സാധ്യതയായിട്ട് പലരും പറയുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് ഞാനൊരു സാധ്യത കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോ നമ്മൾ കഴിഞ്ഞ ഒരു 100-200 വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ക്രൈസിസ് ആയിട്ട് ഇത് മാറി തിരിച്ചറിയപ്പെടാനും ഒരു സാധ്യതയുണ്ട്. കാരണം ആ ലൈഫ് സ്റ്റൈല് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, പേഴ്സണലി ഞാൻ കരുതിയിരുന്നത്,
ഇത് ആളുകൾ തിരിച്ചറിയാൻ പോകുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന വലിയൊരു ക്രൈസിസിന്റെ പുറത്തായിരിക്കുന്നതാണ്. എന്റെ ഒരു പ്രതീക്ഷ അതായിരുന്നു. ഈ നൂറ്റാണ്ടപ്പുറത്ത് പോകില്ല എന്ന് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ക്ലൈമറ്റ് ചേഞ്ച് മനുഷ്യവംശത്തെ അതിൽ കൊണ്ടുപോയി മുട്ടിക്കുന്ന ഞാൻ കരുതിയ. പക്ഷെ അതിനേക്കാൾ മുമ്പ് തന്നെ കോവിഡ് നമ്മളെ അവിടെ കൊണ്ട് എത്തിച്ചു, ഈ ക്രൈസിസ് പോയിന്റിൽ. അതായത് ഇപ്പൊ വലിയ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അതായത് ഒരു വ്യക്തിയുടെ ആരോഗ്യം അയാളുടെ സ്വകാര്യ പ്രശ്നമാണെന്നാണ് നമ്മൾ ഇത്രയും കാലവും കണ്ടത്. ഇപ്പൊ അതല്ല. എന്റെ ആരോഗ്യം ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, തിരിച്ച് എന്റെ രോഗവും ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പൊ ഒരു 200 കൊല്ലം നമ്മൾ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് കെട്ടിപ്പടുത്ത ഒരു ജീവിത സങ്കല്പത്തിന്റെ ഉള്ളിൽ ഒരു ക്രൈസിസ് ആണ് ഇത്. ആ ജീവിത സങ്കല്പം കൊണ്ട് നമുക്ക് ഇതിനെ നേരിടാൻ പറ്റില്ല. അപ്പോ ഈ പൊതുജനാരോഗ്യം ഉപേക്ഷിച്ച സമൂഹങ്ങളൊക്കെ ക്രൈസിസിലായി. കാരണം ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമായി തീർന്നു. പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായിട്ട് എന്റെ ആരോഗ്യം നിൽക്കുള്ളൂ എന്ന് വന്നു. അപ്പൊ അത് വാസ്തവത്തിൽ ഒരു സിവിലൈസേഷണലായ ഒരു റീഫ്രെയിമിങ്ങിന് കാരണമാകുമോ എന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യല്ല. ഒരു സാധ്യത പക്ഷെ അതാണ്. മറു സാധ്യത നേരെ പറഞ്ഞ പോലെ ഇതെല്ലാം അവസാനിച്ച് ഒരു ഹൈലി സെൻട്രലൈസ്ഡ് ആയ സർവൈലൻസ് സൊസൈറ്റിയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. അതോ ഇതിന്റെ ഇടയിൽ ഇനിയിപ്പോ ഒരു വേറെ വഴി വികസിച്ചു വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മനുഷ്യർക്ക് ഇന്നത്തെ നിലയിൽ ഇത് ഇപ്പൊ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ എനിക്ക് തോന്നിയ ഒരു രസമുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോ ഇതിനിടയിൽ വിവാഹങ്ങളൊക്കെ നടക്കുന്നു, മരണങ്ങളൊക്കെ നടക്കുന്നു. വിവാഹത്തിനൊക്കെ 15 ആളേ ഉള്ളൂ. നാരായണൂര് പറഞ്ഞത് അതാ, 15 ആളെ പാടുള്ളൂ. ഇപ്പോഴാ ശരിയായത്. ഒരു പണ്ട് 100 കൊല്ലം പറഞ്ഞതാ 15 ആള് മതി. വധുവും വരനും അച്ഛനും അമ്മമാരും പിന്നെ ആരെങ്കിലും ഏറ്റവും അടുത്ത 5-6 പേരും. 15 ആളെ പാടുള്ളൂ ഗുരു പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ശരിയായി. മരണങ്ങളൊക്കെ വളരെ സാധാരണയായിട്ട് നടക്കുന്നു. മനുഷ്യർ മരിക്കുന്നു, ശാന്തമായി പിൻവാങ്ങുന്നു, ഒരാഘോഷവും ഇല്ല. നമുക്ക് ഇങ്ങനെയും ജീവിക്കാൻ പറ്റും എന്നത് വാസ്തവത്തിൽ ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനെ ചില തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ നിന്നും. ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റും കൂടി, അതായത് ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ഈ ആചാരവും. എല്ലാ ആചാരവും അടച്ചു പൂട്ടാന്ന് ഇപ്പൊ മനസ്സിലായി. ഒരു പ്രശ്നവുമില്ല. സർവ്വ ആചാരങ്ങളും, ഉത്സവവും, പെരുന്നാളും, ഞായറാഴ്ച പ്രാർത്ഥനയും, വെള്ളിയാഴ്ച നമസ്കാരവും സർവ്വതും അടച്ചുകൂട്ടി ആളുകൾ ശാന്തമായിട്ടിരിക്കുന്നു. ദൈവങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ആൾദൈവങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ചില തിരിച്ചറിവുകൾ ഇതിൽ നിന്ന് കിട്ടിയെന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. അതെ അതെ അതെ. കാരണം ഇപ്പൊ മാഷ് പറഞ്ഞത് വളരെ ഒരു റെലവന്റ് പോയിന്റ് വേറൊന്നുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യം മാഷ് പറഞ്ഞല്ലോ. കുറെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു ഇതിനെ പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ ഇപ്പൊ ചിലപ്പം അതിന്റെ ഒരു റിസൾട്ട് നോക്കുമ്പോൾ ആൾക്കാർ അല്ല, നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ അത് ക്ലൈമറ്റിന് ഗുണകരമായിരിക്കും, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. അതൊരു വലിയൊരു തിരിച്ചറിയാ കുറെ ആൾക്കാർക്ക്. കാരണം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇന്നലെ ഇപ്പൊ ഇതിനകത്തൊരു കണക്ക് കണ്ടതേ, ഞാൻ ഇന്നലെ അതെനിക്ക് വളരെ കൗതുകം തോന്നി. അതായത് ഈ 1900 അതായത് 120 കൊല്ലം മുമ്പ് ആ വർഷം അന്തരീക്ഷ വായുവിലേക്കുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ എന്ന് പറയുന്നത് 300 ടണ്ണാണ്. 300 കോടി ടൺ. 3 ബില്യൺ ആയിരുന്നു. അത് 1940 ആയപ്പോ 20 ടൺ, 300 എന്നുള്ളത് 2000 കോടി ടണ്ണിലേക്ക് എത്തി. അങ്ങനെ പെരുകി വന്ന് ഈ വർഷം അത് 2020 പ്രതീക്ഷിച്ചിരുന്നതും ഇപ്പൊ ഉള്ളതും തമ്മില് വാസ്തവത്തില് ഈ 2 മാസം കൊണ്ട് 300 കോടി ടണ്ണിന്റെ കുറവ് വന്നിട്ടുണ്ട്. 2 മാസം കൊണ്ട് കാർബൺ എമിഷനില്. അപ്പൊ അതില് അവസാനം അയാൾ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 കൊല്ലം തുടർച്ചയായിട്ട് ലോക്ക്ഡൌൺ ഉണ്ടായി കഴിഞ്ഞാൽ കാർബൺ പ്രശ്നം അവസാനിച്ചു എന്നാണ്. 50 വർഷം തുടർച്ചയായിട്ട് ലോക്ക്ഡൌൺ ആയാല് ഈ 2 മാസം വെച്ച് ലോക്ക്ഡൌൺ ഉണ്ടെങ്കിൽ പ്രകൃതി റീസെറ്റിൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് പറ്റാത്തതാണ് എന്ന തോന്നല് മാറി. പലരും നെഗോഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ അവിടെ US പലരും, പല കൺസർവേറ്റീവുകളുടെ ഒരു പ്രധാനപ്പെട്ട വാദമാണല്ലോ ഈ ലൈഫ് സ്റ്റൈല് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റുന്ന ഇപ്പൊ എല്ലാവർക്കും പറ്റിയായി. നെഗോഷിയേറ്റ്. അതെ, എല്ലാം നമ്മൾ പലപ്പോഴും എല്ലാം നെഗോഷ്യബിൾ ആണ് എന്നുള്ളതാണ്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നം അനുസരിച്ചാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുക. അത് പ്രശ്നമാണ് എന്നുള്ള
അത് പ്രശ്നമാണ് എന്ന് റിയലൈസ് ചെയ്യുകയും ആ പ്രശ്നത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുമ്പോൾ മാത്രമേ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കാൽവെപ്പ് നടത്തുള്ളൂ. പിന്നെ ഇതില് ഈ സർവൈലൻസിന്റെ സാധനം പറഞ്ഞത് വളരെ റിലവന്റ്. അത് ഇത് പ്രോബ്ലി യുവാൽ ഹരാരി മുൻപേയും പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഈ സമയത്ത് അല്ല, ഇപ്പം ഈ മൊത്തമായിട്ട് ഈ ആപ്പുകളുടെ കാര്യമൊക്കെ വരുന്നത് ലോകത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട്. ഇതൊരു സർവൈലൻസ് സാധനമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു ഗവൺമെന്റ്, ഇപ്പൊ ഞാൻ കണ്ട ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയത്താണ് ആൾക്കാർക്ക് മനസ്സിലായത് ഗവൺമെന്റ് എന്ന മെഷീനറിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന ആ ഒരു ഇതല്ലേ. അതുകൊണ്ട് അത് എഫിഷ്യന്റ് ആക്കുകയാണ്, അത് സർവൈലൻസിലേക്ക് നീങ്ങുകയല്ല, അത് എഫിഷ്യന്റ് ആക്കുകയാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളും വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പം വോളണ്ടറി ആയിട്ട് ആൾക്കാർ എന്റെ ഗവൺമെന്റ് ആണെന്ന് തോന്നുന്ന സാധനം തീർന്നു, കുറെ ആൾക്കാരെ മറന്നുപോയി അത് കാര്യങ്ങള്. ആ സാധനത്തിലേക്ക് അങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് മാറുകയാണെങ്കിൽ, ബിക്കോസ് ഗവൺമെന്റ് ഇസ് ദ ഓൺലി മസിൽ പവർ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. റൂൾ പ്രകാരം ഇല്ല. ഈ ഇപ്പം മാഷ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു എന്തായിരിക്കും മാറ്റങ്ങൾ നമ്മൾ കേരളത്തിൽ ജനറലി ഉണ്ടാവാൻ പോകുന്നത്? അതെ, കേരളത്തിൽ ഇപ്പൊ ഇതിന്റെ ഒരു അപകട സാധ്യത ഞാൻ കാണുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിൽ ഉടനീളം ഈ ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അതിനുവേണ്ട രണ്ട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡാറ്റ ഞാൻ കാണുകയുണ്ടായി. അവിടെ തന്നെ ഒരു 44-48% ആളുകളാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അതായത് 52% കുട്ടികൾ വേണ്ട അളവിൽ കണക്റ്റഡ് അല്ല. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അത്രയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു സാധാരണ, ഇപ്പൊ ഞാനൊരു സർവകലാശാലയിൽ പഠിപ്പിക്കുന്നു, എന്റെ ക്ലാസ്സിലുള്ള കുട്ടികളിൽ ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കുട്ടികൾ തന്നെ ഒരു 40% ഉണ്ട്. അപ്പൊ അവരോട് നമ്മൾ ഓൺലൈൻ ടീച്ചിങ് എന്നെല്ലാം പറയുന്ന സമയത്തുണ്ടാകുന്ന വലിയൊരു അകലമുണ്ട്. അത് ഒരു ഘടകം. അത് ഈ ഓൺലൈനിങ്ങിനെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതൊരു കാര്യം. എനിക്ക് അതിനേക്കാൾ ഗുരുതരമായി തോന്നിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് നീങ്ങുന്നതോടെ ഒരർത്ഥത്തിൽ ഈ നമ്മളിപ്പോ എന്താ പറയാ, ആർട്ട് എഡ്യൂക്കേഷൻ, ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, ഫിലോസഫി, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെ വാസ്തവത്തിൽ ഈ പഠനത്തിൽ നിന്ന് പതിയെ പിൻവാങ്ങിപ്പോകും. കാരണം വളരെ ക്വാണ്ടിറ്റേറ്റീവ് ആയ ഒരു ഡാറ്റ സപ്ലൈയുടെ സ്വഭാവമാണല്ലോ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ. കുറെ ഇൻഫർമേഷൻസ് കൊടുക്കുക, കുറെ പേപ്പർ കൊടുക്കുക, അല്ലാതെ ഒരു കണ്ടംപ്ലേറ്റീവ് തിങ്കിങ്ങിന്റെയോ കണ്ടംപ്ലേറ്റീവ് ആയ ഒരു വിഷയത്തോടെ എൻഗേജ് ചെയ്യുന്നതിന്റെയോ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ക്ലാസ്സിൽ ഉണ്ടാക്കുന്നത് പോലെ ഓൺലൈനിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളൊരു പോയട്രിയുടെ ഒരു ഭാഗം പറയുന്നു, അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ തോട്ട് പറയുന്നു, എന്നിട്ട് കുട്ടികളും അധ്യാപകനും ഒരുമിച്ചിരുന്ന ഒരു ആലോചനയിലൂടെ പതിയെ ഒരു ആശയം ബിൽഡപ്പ് ചെയ്യുന്നു. അതൊരു ഓർഗാനിക് പ്രോസസ്സാ. ആ ഓർഗാനിക് പ്രോസസ്സ് വളരെ റിഫ്ലക്റ്റീവ് ആണ്. നമുക്ക് നമ്മളോട് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്, കുട്ടികളോടും ചോദിക്കാനുണ്ട്. അങ്ങനെ അന്യോന്യം കൊടുത്തും വാങ്ങിയുമാണ് ആ സാധനം ഡെവലപ്പ് ചെയ്ത് വരാം. അതിന് പകരം എന്താ പറയാ, റിസീവിംഗ് എൻഡിൽ കുറെ ആളുകളുണ്ട്, അവർക്ക് നിങ്ങൾ കുറെ ഡാറ്റ സപ്ലൈ ചെയ്യുന്നു, അവരത് ശേഖരിച്ചു പോകുന്നു എന്ന നില വരുന്നത് ഒന്ന് ഒരു ക്രിട്ടിക്കലായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ അത് വല്ലാതെ ദുർബലപ്പെടുത്തുന്ന എന്റെ ഒരു തോന്നൽ. ഇതിങ്ങനെ റിസീവ് ചെയ്യുക, ഡാറ്റ കളക്ഷൻ നടത്തുക, എന്നിട്ട് അത് ശേഖരിച്ച് അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. അതായത് വളരെ ഇൻസ്ട്രുമെന്റൽ ആയ ഒരു തലത്തിലേക്ക് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ധാരണ മാറിപ്പോവാനായിട്ട് വളരെ കൂടുതൽ ഇത് വഴിവെക്കുന്ന ഒരു തോന്നല എനിക്ക് പേഴ്സണലി ഉള്ളത്. അത് ഞാനൊരു ഫൈനലായ ഒരു ഒബ്സർവേഷൻ ആയിട്ട് പറയല്ല. അതുകൊണ്ട് ഈ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ ഒരു എന്ന് വെച്ച് ഞാൻ അതിനെ മൊത്തം നിഷേധിക്കുകയല്ല, അതിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ക്ലാസ് റൂം ടീച്ചിങ്ങിനെ മൊത്തം ഇല്ലാതാക്കുക എന്നുള്ള. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാലേ, ഈ നിയോ ലിബറൽ യുക്തികൾക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ യുക്തികൾക്കും ഒക്കെ വളരെ സ്വീകാര്യമാണ് ഈ ഓൺലൈൻ. കാരണം ഒരു ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കഴിയുന്നത്ര കുറയ്ക്കുക, ഒരു തരം സ്കിൽ ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് വരുത്തി തീർക്കുക, പണി പഠിച്ച കുറെ ആളുകളെ ഉണ്ടാക്കുക, അവർക്ക് വേണ്ട പണി ചെയ്ത് കൊടുക്കുക, പ്രത്യേകിച്ച് ഒന്നും പറയാതിരിക്കുക. ഇതിന് പറ്റിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ട് ഇത് മാറ്റിയെടുക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിയേക്കാം. അപ്പൊ അതിനോടൊക്കെ കുറച്ചൊരു കരുതൽ വേണ്ടതാണെന്നൊരു തോന്നുന്നുണ്ട്.
അപ്പൊ ഈ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എനിക്കൊരു ഡിഫറെന്റ് തോട്ടാണുള്ളത്. കാരണം ഞാൻ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ വക്താവാണ്. കാരണം ഞാൻ ആ ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷനെ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അത് റീപ്ലേസ് ചെയ്യാനല്ല. കാരണം എന്നെയൊക്കെ ഞാനാക്കിയത് ഒരു കോളേജിലും ഒരു കലാലയത്തിലും പോയതിന്റെയും ക്ലാസ്സിൽ ഇരുന്നതിന്റെയും സാറുമായിട്ടും വിദ്യാർത്ഥികളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സോഷ്യൽ ഇടപെടലുകളെ ആണ് എന്നെ ഞാനാക്കിയത്. ഞാൻ പഠിച്ചതല്ല എന്നെ ഞാനാക്കിയത്. അപ്പം അതിന്റെ പ്രസക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ പ്രസക്തി പോവും എന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജനറലി ഇപ്പം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ കരിക്കുലം ഇൻസഫിഷ്യന്റ് ആവുന്നു എന്നുള്ളൊരിതുണ്ട്. കാരണം വളരെ വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക രംഗത്ത് ഈ കരിക്കുലത്തിന് പിടിച്ചു പോകാൻ പറ്റില്ല. കാരണം കരിക്കുലം ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊണ്ട് ഉണ്ടാവാൻ സാധ്യത ഓഗ്മെന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പാരലൽ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരലൽ പാഠ്യ പദ്ധതി കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് അപ്പൊ പിന്നെ ഈ തൊഴിൽ പ്രാപ്തി നേടുക എന്നത് സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അത് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്ന. അപ്പൊ ഈ തൊഴിൽ പ്രാപ്തി എന്നുള്ളത് പാരലായിട്ട്, കാരണം ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാ ആൾക്കാരും ഒരേ ജോലിയല്ല ചെയ്യുക, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന എല്ലാ ആൾക്കാരും ഒരേ ജോലിയല്ല ചെയ്യുക. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഇതിലേക്ക് പോവാന്നുള്ളത്. പിന്നെ അപ്പൊ ഒരിക്കലും ഒരു റീപ്ലേസ്മെന്റ് നടക്കില്ല. ഇപ്പൊ വേറൊരു കാര്യം, ഇപ്പൊ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ യെയിലില് ഏറ്റവും പോപ്പുലർ ആയ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, എനിക്കത് ലോറ സാന്റോസ് എന്നാണ് അവരുടെ പേര്. അവരൊരു സൈക്കോളജിയുടെ, ഒരു സോഷ്യൽ സൈക്കോളജിയും ഒക്കെ. അപ്പൊ അവര് ദ സയൻസ് ഓഫ് വെൽബീയിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതിപ്പോ ഫ്രീ ആക്കിയിട്ട് അവര് ഈ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്നലെ തുടങ്ങിയത് വെറുതെ ഒന്ന്, ഹാപ്പിനെസ്, എങ്ങനെ ഒരാൾ ഹാപ്പി ആവും എന്നുള്ളതിനെ പറ്റിയിട്ട് അവര്. അപ്പൊ അതിലവര് പറയുന്ന ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. അവര് പറയുന്നത് എന്താ തന്നെ, അപ്പൊ അവര് വളരെ വ്യത്യസ്തമായിട്ട് അവര് കുറച്ച് കുട്ടികളുടെ കൂടെ അവര് പഠിപ്പിക്കുന്നത് വീഡിയോ വെക്കുന്നതാണ്. അപ്പം ഒരു ക്ലാസ് റൂമിനെയാണ് ഓൾറെഡി ഓൺലൈനിലേക്ക് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കായംകുളം കൊച്ചുണ്ണി മുകളിൽ ഇരുന്നിട്ട് പയറ്റ് കണ്ടുപഠിച്ച മാതിരിയുള്ള ഒരു പ്രതീതിയാണ്. അതായത് പഠിപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ അതില് അവര് പറയുന്നുണ്ട്, ഞാൻ ഹാപ്പിനെസിന്റെയും വെൽബീയിങ്ങിന്റെയും ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വളരെ സന്തുഷ്ടയാണ്, അതുകൊണ്ടാണ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്. എനിക്കും കുറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കണം എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് വളരെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നത്. അതിനെ ഒരു സോഷ്യൽ അവയർനെസ് വാല്യൂയോട് അല്ല, വെറും ഒരു ബിസിനസ് വാല്യൂയോട് കൂടി മാത്രമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതൊരു പുതിയ മേഖല വരുമ്പോഴും അതിനൊരു ബിസിനസ് സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ അധികം ആൾക്കാർ അതിലേക്ക് വീണ്ടും പൈസ ഇട്ടിട്ട് അത് വീണ്ടും ഗ്രോ ചെയ്യുള്ളൂ. അത് ഗ്രോ ചെയ്ത സമയത്താണ് പിന്നെ ആൾക്കാർ പറയും, ഓ ഇത് നമുക്ക് ഇതിന് ഉപയോഗിക്കാലോ, ഇങ്ങനെ ഉപയോഗിക്കാലോ. ഇന്നിപ്പം പല ആൾക്കാർക്കും ഇപ്പോൾ MIT-യിലും ഹാർവേഡിലും സ്റ്റാൻഫോർഡിലും ഒന്നും പോയി അവിടുത്തെ ടീച്ചർമാർ, യെയിലൊന്നും പോയി ഈ ടീച്ചറുടെ അടുത്തുനിന്ന് വിവരം ശേഖരിക്കാനുള്ള സാധ്യതയില്ല. ഇന്ന് കേരളത്തിലുള്ള ഒരാൾക്ക് പോലും സാന്റോസ് പഠിപ്പിക്കുന്നത് പഠിക്കാമെന്നുള്ളതാണ് ഉള്ളൊരു സാധ്യത. അത് കാരണം പലപ്പോഴും ഡിഗ്രിക്ക് ഉപരിയായിട്ട് ഇപ്പൊ ഒരാൾ അവിടെ ഇരിക്കുന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ കുറെ സ്കൂളുകളും കോളേജിലും പോയി ഞാൻ പറഞ്ഞു, ടീച്ചർമാര് ഒരു ഫെസിലിറ്റേറ്ററും ഗൈഡും ആയി മാറേണ്ട സമയമാണ്. കാരണം പഠിപ്പിക്കുക എന്നതിൽ കൂടുതൽ അന്വേഷിക്കുക, കൂടെ ഇരുന്നൊന്നും അന്വേഷിക്കുക എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് സ്കൂളുകളിൽ ഇപ്പൊ ടെഡ് ടോക്കുകൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ക്ലാസ്സിൽ ഒന്ന് കാണിക്കുക, എന്നിട്ട് കുട്ടികളോട് നമുക്കൊന്ന് സംസാരിക്കുക. ആ ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കുന്നത്, അതായത് ന്യൂയോർക്കില് ഭയങ്കര ഇതുണ്ടാകുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു, അയാളെ മുമ്പിലത്തെ കുറച്ച് ഏരിയയില് അയാൾ കുറച്ച് വെജിറ്റബിൾ കൃഷി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ആർക്ക് വേണേ ഇതിലൂടെ വരുമ്പോ വേണേ എടുത്തുകൊണ്ടുപോകാന്ന്. ഇപ്പൊ പടവലങ്ങൊക്കെ മുമ്പിൽ അയാളിങ്ങനെ കൃഷി ചെയ്യും. മുമ്പില് വരുന്നവർക്ക് കുറച്ച് ആൾക്കാർ അവിടെ അവരും കൃഷി ചെയ്ത് തുടങ്ങി. അപ്പൊ നോക്കുമ്പം ഒരു മൊത്തം നെയ്ബർഹുഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഓൺലൈൻ അവൈലബിൾ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു സാധനം കാണുന്നതാണ്. പക്ഷെ കുട്ടികൾക്ക് അത് പഠിക്കാനും സംസാരിക്കാനും ഒരു ഓഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് വരണം എന്ന് എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേഷൻ. കാരണം അതൊരു സാധ്യത തന്നെയാണ്. നമ്മളിവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ, ഇപ്പൊ തൽക്കാലത്തേക്കെങ്കിലും ഇവിടെ കാണുന്ന ഒരു പ്രവണത എന്താന്ന് വെച്ചാൽ, ഇത്തരത്തിലൊരു സമകാലികമായ ഒരു
എന്താ പറയാ ലോകത്തിന്റെ അവസ്ഥയോട് എൻഗേജ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ട്രഡീഷണൽ ഫ്രെയിമിൽ നിൽക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടല്ലോ, അത് എന്താ പറയാ ഓൺലൈൻ ക്ലാസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാന്നുള്ള യുക്തിയിലാ പോകുന്നത്. അല്ലാതെ ഇത് വലുതാക്കുകയല്ല. പഴയ സാധനത്തെ തന്നെ ടെക്നിക്കലായി റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പഴയതുണ്ടാവില്ല, പുതിയതുണ്ടാവില്ല. കാര്യം വേറെ ഒന്നാണല്ലോ. അത് അങ്ങനെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഇത് വലിയൊരു സാധ്യതയാ. പക്ഷെ അപ്പൊ പോലും ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം അവശേഷിക്കും. ഈ ഡിജിറ്റൽ ഡിവൈഡിന്റെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ നമ്മൾ കുട്ടികളെ പര്യാപ്തരാക്കണം. ഇപ്പോ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുന്നത് പോലെ ഒരു ടാബ് മിനിമം കൊടുക്കാൻ പറ്റണം. അവർക്ക് അതിനുള്ള എന്താ പറയാ ഡാറ്റ സപ്ലൈ ചെയ്യാൻ പറ്റണം. അത് സർവകലാശാലകൾ അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുത്ത് കുട്ടികളെ എക്യുപ്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അല്ലാതെ ഇപ്പോ സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത കുട്ടികളെ വെച്ചിട്ട് നമ്മള് ഓൺലൈനിലേക്ക് ഒറ്റയടിക്ക് മാറുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനുള്ളൊരു മുന്നൊരുക്കം നടത്തിയിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ആവണം. നമ്മളുടെ കയ്യിലുള്ള കോഴ്സുകളല്ല, മറിച്ച് ലോകത്തെ ഇന്നത്തെ വിജ്ഞാന നിലവാരത്തിലേക്ക് നമുക്കൊരു പാലമായിട്ട് ഇതിന് ഉപയോഗിക്കണം. അല്ലാതെ നമ്മുടെ പണി പകർത്തി വെക്കാനുള്ള പകരം വെക്കാനുള്ള ഒരു സാധനം ആക്കുന്നതോടെ ഇത് ദുർബലമായി പോകും. അതെ, അത് വളരെ വാലിഡ് ആണ്. ഇപ്പൊ ഇവിടെ സ്കൂളിൽ എനിക്കറിയാം, ഇപ്പം എന്റെ മോനൊക്കെ 7ാം ക്ലാസ്സിലാണ്. അപ്പൊ അവന് ഇത് വന്നപ്പോ കുറെ പഠിത്തമൊക്കെ അവർക്ക്, കാരണം ഈ നാട്ടില് ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡിന്റെ പ്രശ്നം വന്നിട്ട് പരീക്ഷ ബാക്കി ഉണ്ടായിരുന്നത്. ഇവിടെ പരീക്ഷയല്ല, ക്ലാസ്സും ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് ഇപ്പോഴാണ് ക്ലാസ് ഒക്കെ നടന്നു കൊടുക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. അതായത് അവിടെ ഈ ഗൂഗിൾ ക്രോം ലാപ്ടോപ്പും കാര്യങ്ങളും ഒക്കെ സ്കൂളിൽ കുറച്ചെണ്ണം ഉണ്ട്. അപ്പം ഇവിടെയും ഇത് ഇല്ലാത്ത ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അതിന് വേണ്ടി അപ്പൊ അതുകൊണ്ട് സ്കൂൾ വന്ന് വിളിച്ചു പറയും, നിങ്ങൾക്ക് അങ്ങനെ ഇല്ല, പഠിക്കാൻ പറ്റുന്നില്ല, കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് ലോണർ കമ്പ്യൂട്ടർ എടുത്തു കൊണ്ടുപോകണം. പിന്നെ ലൈബ്രറികളിൽ ഇപ്പൊ ലൈബ്രറി തുറക്കുന്നില്ല. അല്ലാത്ത ദിവസങ്ങളിൽ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈബ്രറിയിൽ ഫ്രീ ആണ്. നമുക്ക് കുറെ ലാപ്ടോപ്പുകൾ ഫ്രീ ആയിട്ട് എടുത്ത് നമുക്ക് അവിടെ വെച്ച് ഫ്രീ ആയിട്ട് പഠിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പം ഈ വെറും ഇത് മാത്രമല്ല, നമുക്ക് പണ്ട് ഒരു ലൈബ്രറിക്ക് ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ കോൺസ്ട്രൂട്ട് ഒരു ഡിജിറ്റൽ സോഷ്യൽ കോൺസ്ട്രൂട്ട് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതകളുണ്ട്. ആൾക്കാർ ലൈബ്രറികളിൽ വരുന്നു, ഒരുമിച്ച് കാര്യങ്ങൾ കാണുന്നു, പുസ്തകങ്ങളുടെ കൂടെ കമ്പ്യൂട്ടറുകളും അവൈലബിൾ ആയിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നു. ആ ഒരു സംഭവം അത് പക്ഷെ പ്ലാൻ ചെയ്തിട്ട് വേണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം കുട്ടികള് കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് എല്ലാ പുസ്തകങ്ങളും പാംഫ്ലെറ്റും ഒക്കെ കൊടുക്കുന്നതിന്റെ കൂടെ ഒരു വളരെ ചീപ്പായിട്ടുള്ള യൂസബിൾ ആയിട്ടുള്ള ഒരു ടാബോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതെ അതെ അത് വേണം അവരെ അതിൽ എക്യുപ്ഡ് ആക്കണം. അതായി കഴിഞ്ഞാൽ ഇതൊരു നല്ല സാധ്യത. അതെ അതെ. അവിടുത്തെ സ്ഥിതി ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങള് താമസിക്കുന്ന കാലിഫോർണിയയിലാണ്, ഫ്രീമോണ്ട്, സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ. അപ്പം ഇവിടെ ന്യൂയോർക്കിലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ആദ്യമൊക്കെ ഇതിങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ ഇരിക്കുമ്പോഴും അമേരിക്കയിൽ നടക്കുന്നുണ്ട്, ന്യൂയോർക്കിൽ നടക്കുന്നുണ്ട് എന്നല്ലാണ്ട് പരിചയമുള്ള ആൾക്കാർക്ക് കോവിഡ് ബാധിച്ചു എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞൊരു 4-5 ആഴ്ചയിൽ പരിചയമുള്ള ആൾക്കാർക്ക് കൊറോണ സ്ഥിരീകരിക്കുകയും അതേപോലെ തന്നെ പരിചയമുള്ള ആൾക്കാർ മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ അടുത്തെത്തി എന്നുള്ളൊരു തോന്നല് സ്വാഭാവികമായിട്ടും ഉണ്ട്. നമ്മളെല്ലാ സാധനവും നമ്മളെ ഇത് ബാധിക്കില്ല എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആൾക്കാർ അത് കേരളത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. കാരണം ഇവിടെ വളരെ എവിഡന്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കാലിഫോർണിയയിൽ കുറച്ചും കൂടെ വളരെ ലിബറൽ ആയതുകൊണ്ട് കാലിഫോർണിയയിൽ ഇപ്പൊ പുറത്തേക്ക് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പുറത്തേക്ക് പോകാണ്ട് നിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കണം, ഇത് തുറക്കണം എന്നും പറഞ്ഞിട്ടുള്ള വലിയൊരു മൂവ്മെന്റ് അമേരിക്കയിലുണ്ട്. ആ മൂവ്മെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ പലപ്പോഴും നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസം പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ധാരാളം ആൾക്കാരുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. കാരണം അതായത് വളരെ പൈസ ഇല്ലാതെയും തടിച്ച് ഒബീസ് ആവാമെന്നുണ്ടെങ്കിലും ജോലി എടുത്തില്ലെങ്കിൽ റെന്റ് പേ ചെയ്യാൻ പറ്റില്ല. ഒരു നാട്ടിലിപ്പം അച്ഛന്റെ വീട്ടിലോ ചേച്ചിയുടെ വീട്ടിലോ എവിടെങ്കിലും ഒക്കെ പോയി വലിയ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടി 1 മാസം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പുണ്ട്. അത് ഇവിടെ ഇല്ല. അത് കാരണം അത് ചിലപ്പോൾ ജീവിത സ്റ്റൈലിന്റെ ആയിരിക്കാൻ മതി കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ
അത്യാവശ്യം എന്ന് കരുതുന്നതും ഇവരുടെ അത്യാവശ്യം എന്ന് കരുതുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഹോട്ടലുകൾ, ഞങ്ങളിപ്പം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഇപ്പൊ ഞങ്ങൾ പോകുന്നില്ല. അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ എന്തിനാ വെറുതെ പോണ് ഇതാക്കാന്നുള്ളതാ. പക്ഷെ അത് കഴിച്ചില്ലെങ്കിൽ, ഷോപ്പ് ചെയ്തില്ലെങ്കിൽ, മോളിൽ പോയില്ലെങ്കിൽ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനും വിഷമവും വരുന്ന ആൾക്കാർ അത് നാട്ടിലും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ ചിലപ്പം ഇതാക്കി മോളിൽ പോയി, അതായത് ഇവിടുത്തെ ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ട് ഷോപ്പിംഗ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്തെങ്കിലും പോയി ഭയങ്കര ഡിപ്രഷനാ, ഞാൻ പോയി ഒരു ഡ്രസ്സ് അങ്ങോട്ട് മേടിക്കാം എന്നുള്ള. അപ്പൊ അങ്ങനെ ജീവിത സ്റ്റൈലിനെ കംപ്ലീറ്റ് മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് ഇത്, പുറത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ പ്രത്യേകിച്ച് സമ്മർ ആയി കഴിഞ്ഞാൽ ആൾക്കാർ ബീച്ച് പോവും, പുറത്തു പോവും. ഇവിടെ പ്രത്യേകിച്ച് ആക്റ്റീവ്. അപ്പൊ ഇതൊക്കെ ആൾക്കാർക്ക് എത്ര കാലം അനിശ്ചിതത്വം ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ്. പിന്നെ ഒബ്വിയസ്ലി ഈ എന്താ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ ഹോക്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ അതേ രീതിയിലുള്ള സംഭവം ഉണ്ട്, ഈ ബഹളുണ്ട്. അതിപ്പോ ഇവിടെ പിന്നെ നാട്ടിലെ മാതിരി സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാര് വഴങ്ങില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല ഇവിടുത്തെ സെറ്റപ്പ്. പക്ഷെ എന്നാലും ഇപ്പം ഗാവിൻ ന്യൂസും ഇവിടെ ഒരു 6 മൈൽ സ്റ്റോൺസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഞങ്ങൾ ഈ ഫ്രൈഡേ തൊട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഇവിടെ ഇങ്ങനെ തുറന്നു തുടങ്ങുക. കാരണം തുറന്നു തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ തുറക്കും. ഇപ്പൊ മൂവി ഷോപ്പുകള്, മോളുകള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിത്തമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റെസ്റ്റോറൻറ്റ്സ് ചിലപ്പോൾ ഉണ്ടാവാൻ മതി കുറച്ച് കഴിഞ്ഞാൽ. കാരണം ഇത് ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മള് എക്കണോമിന്റെ ഭാഗത്ത് നോക്കുന്നത് കുറെ പൈസ ചെലവാക്കിയിട്ട് ഈ ഫെബ്രുവരിയിൽ ഹോട്ടൽ തുടങ്ങിയ ഒരു ഹോട്ടൽ തുടങ്ങിയ ഒരു കക്ഷിയുടെ സ്ഥിതി എന്തായിരിക്കും? അയാള് പോയില്ലേ, ബിസിനസ് പോയില്ലേ, പൈസയും പോയി, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പം പ്രത്യേകിച്ച് അപ്പൊ അതിനൊക്കെയുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും ആലോചിക്കേണ്ട സംഭവമാണ്. പിന്നെ ഈ ഒരു സമയത്ത് ആൾക്കാർക്ക് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടു. ഇന്നലെ മിഞ്ഞാന്നിട്ട് ഊബറിന്റെ ലേ ഓഫ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ആൾക്കാരുടെ മെസ്സേജ് കണ്ടു. ലേ ഓഫ് ഈ റിമോട്ട് വർക്കിംഗ് എന്നുള്ള സാധനം. അപ്പൊ നമ്മളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റിമോട്ട് വർക്കിംഗ് ഞാൻ സിലിക്കൺ വാലി താമസിക്കുന്നതുകൊണ്ട് റിമോട്ട് വർക്കിങ്ങിന് പറ്റുന്ന കുറെ ആൾക്കാരാണ് നമ്മളെ സുഹൃത്തുക്കള്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടുത്ത് വായിച്ച 35% ഇത്രയും റിമോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഫോഴ്സ് അമേരിക്കയിലുള്ളത്. എന്ന് പറഞ്ഞാൽ 65% വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് ധാരണ ഉണ്ട്, അമേരിക്കയിൽ സിലിക്കൺ വാലി എല്ലാവരും എഞ്ചിനീയേഴ്സ് അല്ലല്ലോ, ബാക്കി ഇത്ര ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ 65% എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവമാണ്. സോ അത് പല ലെയറുകളിൽ പല ചേഞ്ചും വരേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈല്, ഏർണിംഗ് സ്റ്റൈല്, സേവിങ് സ്റ്റൈല്, പിന്നെ എന്താണ് ആവശ്യം, എന്താണ് അത്യാവശ്യം എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാനൊരു മിനിമലിസം വക്താവാണ്. അതായത് മിനിമൽ ആയിട്ട് മാത്രം കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു പറയാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മതി. ഞാൻ ഒരു വർഷം ഒന്നും മേടിക്കാത്തൊരു വർഷം ഉണ്ടായി ഇവിടെ. ഒരു കൺസ്യൂമറിസ്റ്റ് ഇവിടെ ഒരു സാധനം ഞാൻ മേടിക്കില്ല എന്ന് തീരുമാനിച്ചു. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലാണ്ട് വേറെ ഒരു സാധനം ഞാൻ മേടിക്കില്ല. ഒരു വർഷം മുഴുവൻ 2016 ഒരു വർഷം മുഴുവൻ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടും എനിക്ക് ഒന്നും ആവശ്യമുണ്ടായില്ല എന്നുള്ളതാണ്. അത് അപ്പൊ നമ്മൾ മേടിച്ചു കൂട്ടുന്നതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല എന്നുള്ളതാണ് മനസ്സിലായി വരുന്നത്. ഡിസ്കണക്ട് ആയി എന്ന് തോന്നുന്നു. ഇപ്പൊ ക്ലിയർ ആണ്. ഇടയ്ക്കൊന്ന് പോയി, അത് കുഴപ്പമില്ല. അത് ഇവിടെ ജനറലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഇന്റർനെറ്റ് അല്ലാണ്ട് ഫോണിൽ കൂടെയാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സമയമാകുമ്പോഴേക്കും പല ആൾക്കാരും കോളുകളിലേക്ക് കിടക്കും. റിമോട്ട് വർക്കിംഗ് അല്ലേ. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്റർനെറ്റിലേക്ക് ചാടി വരുന്ന ഒരു സമയമാണ് ഇവിടുത്തെ ഒരു ഇടയ്ക്ക് ആവുമ്പോ. അപ്പൊ സ്വാഭാവികമായിട്ടും മൊത്തമായിട്ട് ഒരു ഇതുണ്ടാവാൻ സാധ്യത. അപ്പൊ അങ്ങനെ ഒരു മിനിമൽ ആയിട്ട് ലൈഫിനെ കാണുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കൂടുതൽ സൂക്ഷ്മമായി നോക്കി തുടങ്ങിയത്. 10-25 വർഷം പുറത്തായിട്ട് ഞാൻ കഴിഞ്ഞൊരു 4-5 വർഷത്തിലാണ് ശരിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ സാധനം, ഇവിടെ ആൾക്കാർ മിനിമലിസത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആഡംബരത്തിലേക്ക് പോകണം എന്നുള്ള ഒരു രീതിയിലേക്ക് സാധനം വരുന്നുണ്ട്.
അപ്പം ആൾക്കാർക്ക് ഇപ്പൊ ഞാനിപ്പോ ഏതെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് അറിയേണ്ടത് കണ്ണടയുടെ ബ്രാൻഡ് ഏതാണ്, ഇടുന്ന ഷൂസിന്റെ ബ്രാൻഡ് ഏതാണ്, ഷർട്ട് ഏതാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ബ്രാൻഡ് നോക്കിയിട്ട് സാധനം മേടിച്ചിട്ടില്ല. പണ്ട് ഞാൻ പോയിട്ട് ഒരു നൈക്കി ഷൂസ് മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോയിട്ട് ഞാനൊരു ഷൂസ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അതിന്റെ മുകളിൽ എന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നൈക്കി എന്ന് വിചാരിച്ചതാ, എന്നെ എഴുതുന്നത് നൈക്കി അല്ല എന്നുള്ളത് എന്നോട് വീട്ടിലെത്തിയപ്പോൾ ആൾക്കാർ പറഞ്ഞു. അപ്പൊ അത്രയും ബ്രാൻഡ് കോൺഷ്യസ് ഉള്ളൂ ഞാൻ. അപ്പം അപ്പൊ അങ്ങനെയുള്ളൊരു മിനിമലിസത്തിലേക്ക് ഉള്ളൊരു മൂവ്മെന്റ്, ഇപ്പൊ ആ ഒരു എക്സ്ട്രീം മിനിമലിസം അല്ലെങ്കിലും ഒരു നമ്മളുടെ ആവശ്യങ്ങൾ എന്താ, അത്യാവശ്യങ്ങൾ എന്താ മനസ്സിലാക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് ഇവിടെയും ആൾക്കാർ മൂവ് ചെയ്യും എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ ഒരു സ്കെയർ ഉണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള ആൾക്കാരെക്കാട്ടും ഒരു സ്കെയർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇവിടെ ആൾക്കാർക്ക്. പക്ഷേ ഇവിടെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക എന്നുള്ളത് ഒരു സാധാരണ ഇതാണ്. നമ്മളിപ്പോ ഒരു ഓഫീസിലാണെങ്കിലും അല്ലെങ്കിലും അന്യോന്യം ആലിംഗനം ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ സംഭവം. അത് ഉണ്ടാവില്ല. പിന്നെ ഈ വർക്കിംഗ് ഫ്രം ഹോം എന്നുള്ളത് എല്ലാ കമ്പനികളും ഒരു ട്രയൽ റൺ പോലെ ഒരാഴ്ച കൊല്ലത്തിൽ അല്ല എങ്ങനെങ്കിലും അത് അവരുടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവര് പരിശീലിക്കാൻ സാധ്യതയുണ്ട്. കാരണം എങ്ങനെ ആൾക്കാർ റിമോട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും എന്നുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതാണ്. എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത്. കാരണം ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ജോലി എടുക്കുന്നതുകൊണ്ട് ജോലി അങ്ങോട്ട് തീരുന്നില്ല. മറ്റേത് പൂട്ടിയിട്ട് വരാമല്ലോ. ഇത് പൂട്ടി വരാൻ പറ്റാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ജോലിയാണ്. അപ്പൊ അത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെയും കാര്യത്തിനെയും ഒക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കുറെ രീതിയിൽ പലപ്പോഴും ഇപ്പൊ നമ്മൾ ഇന്ത്യയും അല്ലെ കേരളവും അമേരിക്കയോ യൂറോപ്പൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവരെയും ബാധിക്കുന്ന ചില ടോപ്പിക്കുകളും ചർച്ചകളും ഉണ്ട്. പിന്നെ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചില ചർച്ചകളുണ്ട്. ഇപ്പം നാട്ടിലിപ്പം മാഷ് പറഞ്ഞ മാതിരി, അതായത് ആചാരങ്ങൾ, അങ്ങനെ ഒരു ചർച്ച ഇവിടെ വരുന്നില്ല. പള്ളിയിൽ പോകാൻ പറ്റിയില്ല, അമ്പലത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആൾക്കാർ ഇവിടെ യാതൊരു പ്രശ്നമില്ല. അതൊരു ചർച്ചാ വിഷയമേ അല്ല. ചിലപ്പോ ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക്. പക്ഷെ എന്നാലും ഇപ്പൊ റോഡ് ഐലൻഡിൽ അത് പറഞ്ഞു, ഇപ്പൊ പാസ്റ്ററോട് പറഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞു യെസ് അതാണ് ചെയ്യേണ്ടത്, നമുക്കത് ചെയ്യാം. പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരുണ്ടാവും പോകാണ്ട് നിവൃത്തിയില്ല എന്നൊക്കെ പറയണം. ബട്ട് ജനറലി ആ സാധനത്തിന്റെ ഇൻവോൾവ്മെന്റ് സെക്കൻഡറി ആണ്, പ്രൈമറി അല്ല അവിടെ എന്നുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആണ് ആൾക്കാർക്ക് എന്നുണ്ടെങ്കിൽ സെക്കൻഡറി ആണ്, പ്രൈമറി സാധനമല്ല. ഇങ്ങനത്തെ ഒരു ഇഷ്യൂല് അതൊരു പ്രശ്നമല്ല. അപ്പൊ നമ്മളുടെയൊക്കെ പ്രശ്നങ്ങൾ, നമുക്ക് ടോപ്പിക്കുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും അമേരിക്കയിലും കേരളത്തിലും എന്നാണ് തോന്നുന്നത്. ഇപ്പം എനിക്ക് കേരളത്തിൽ ഇപ്പം നമ്മൾ ആരോഗ്യ രംഗം എന്നുള്ള ഒരു ഇത് ഇപ്പൊ മാഷ് നേരത്തെ പറഞ്ഞൊരു സംഭവം, ഈ ഭരണം എന്നുള്ളതിന്റെ അപ്പുറമായിട്ട് ഇപ്പൊ ആ റിസൾട്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതായത് മലയാളിയും കേരളത്തിന്റെ ഒരു ചരിത്രവും അതിന്റെ റിസൾട്ടിനെയും ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം. ഇപ്പൊ ആരോഗ്യത്തിന്റെ ഇപ്പൊ വലിയൊരു ഇപ്പൊ കേരളത്തിലെ കാര്യങ്ങൾ നന്നായി പോയി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആക്ഷേപം ആൾക്കാരുടെ അടുത്ത് നിന്ന് ഉണ്ടാവുന്നത്, ഇത് പണ്ടേ ആരോഗ്യം നല്ലതല്ലേ, പിന്നെ നമ്മൾ ഇപ്പോൾ നന്നായി എന്ന് എന്തിനു പറയുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എനിക്കൊരു തോട്ടുണ്ട്, പക്ഷെ സാറിന്റെ തോട്ടൊന്ന് മാഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഭയങ്കര പറഞ്ഞു നടക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം. അല്ല, അത് ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാലേ, ഇത് ഇപ്പൊ മുമ്പ് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നമുക്കൊരു ആരോഗ്യ പരിപാലനത്തിന്റെ ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അത് വ്യത്യസ്തവുമാണ്. പക്ഷെ അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നതിനെ എന്താ പറയാ, ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി ആയിട്ട് പൂർണ്ണമായിട്ട് വഴിമാറാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരു ആരോഗ്യ സമീപനം കൊണ്ട് മാത്രമല്ല, അത് കേരളത്തിൽ നിലനിന്നിരുന്ന എന്താ പറയാ അവകാശബോധം കൊണ്ടുകൂടിയാ. ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യാൻ കൂടി. അതായത് തൊഴിലാളികൾക്ക് ഇന്ന അവകാശമുണ്ട്, മനുഷ്യർക്ക് ഇന്ന അവകാശമുണ്ട്, അവർക്ക് ഭക്ഷണം കിട്ടണം എന്നെല്ലാം പറഞ്ഞിട്ട് പലരും നടത്തിയ ചെറുതും വലുതുമായ സമരങ്ങളൊക്കെ കൊണ്ടാണ് ഈ സാധനം കൈവിട്ടു പോകാത്തത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എന്താ പറയാ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളൊരു
സങ്കല്പം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ക്യാപിറ്റലിസം ഒരു ഘട്ടത്തിൽ കൊണ്ടുവന്നല്ലോ. പക്ഷെ ആ വെൽഫെയർ സ്റ്റേറ്റ് സങ്കല്പം കഴിഞ്ഞൊരു 40 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് എല്ലായിടത്തുനിന്നും പോയി. ഇന്നിപ്പോ നമുക്ക് കാണാവുന്നത് അങ്ങനെ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ഒരു ആശയാവലികൾ കുറെ ഇപ്പോഴും കേരളത്തിൽ ബാക്കിയുണ്ട്. ഭരണകൂടം അതൊക്കെ ചെയ്യണം. നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, ആരോഗ്യം സംരക്ഷിക്കണം, ഗതാഗതം ഏർപ്പാടാക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനിത് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പോ കമ്മ്യൂണിറ്റി കിച്ചൺ വേണം എന്ന് പറയുന്നു. വൈകുന്നേരം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. രണ്ടാമത്തെ ദിവസമാകുമ്പോഴേക്കും 1000-ലധികം പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ വന്നു. അവിടെ 3 ലക്ഷം പേർക്കോ 4 ലക്ഷം പേർക്കോ ഒരു ദിവസം ഉച്ചഭക്ഷണം എത്തിക്കുന്നു. 2-3 ലക്ഷം സന്നദ്ധ പ്രവർത്തകർ വരുന്നു. അത് വളരെ ആഴത്തിലുള്ള ഒരു ജനാധിപത്യത്തിൽ നിന്ന് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഇത് മനുഷ്യർ ഇത് ഉൾക്കൊള്ളണ്ടേ? ആ ഉൾക്കൊള്ളലിന്റെ ചരിത്രം ഞാൻ ഈ പറയണത് നമ്മുടെ ഒരു ലോങ് ഹിസ്റ്ററി എന്ന് വന്നതാ. അതല്ലാതെ അതിപ്പോ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നൊക്കെ കരുതിയാൽ അത്ര എളുപ്പമല്ല. ഞാൻ ഇന്നലെ കൗതുകമുള്ളൊരു വാർത്തയും കൂടി ഇതിന്റെ ഇടയിൽ താരതമ്യേന കണ്ടത്, ഈ വിയറ്റ്നാമിന്റെ 9 കോടി ആളുണ്ട്, 9 കോടി മനുഷ്യരുണ്ട് വിയറ്റ്നാമിൽ. ചൈനയായിട്ട് 1500 കിലോമീറ്റർ അതിർത്തിയുണ്ട്. ജാനുവരി 20-നോ മറ്റോ അവിടെ അവര് ലോക്ക്ഡൌൺ ആരംഭിച്ചു. അവർക്ക് ആകെ ഇതുവരെ ഒരു മരണവും ഇല്ല. ആകെ 270 കേസുകൾ മാത്രമാണ് അവർക്ക് ഉണ്ടായത്. അത് ഈ പറയുന്ന ഒരു സാധനം കൊണ്ടുകൂടിയാണ്. അതായത് ഈ പബ്ലിക് എന്ന് പറയുന്നതിനെ നമ്മൾ ഈ ഭരണകൂടത്തെ കുറച്ച് കഴിഞ്ഞപ്പോ പരിപൂർണമായിട്ട് വിട്ടല്ലോ. ഭരണകൂടം ഈ മൂലധനത്തിന് വിപണിക്കും എന്താ പറയാ കാര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുക എന്നുള്ളതിനപ്പുറം ഹെൽത്ത് ഇൻഡസ്ട്രി എന്നുള്ള നിലയിലേക്ക് മാറി. അത് ഒരു ചെറിയ മാറ്റമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കേരളത്തെ നമ്മൾ വലിയ തോതിൽ വാഴ്ത്തൊന്നും വേണ്ട. പക്ഷെ ഈ സൊസൈറ്റൽ എന്നുള്ള അംശത്തിന്റെ ഒരു പ്രാധാന്യം, അത് ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഇപ്പൊ നാരായണ ഗുരു മുതലുണ്ടാക്കിയ ഒരാശയാണിത്. അല്ലാതെ ഇപ്പോ ദേശീയ പ്രസ്ഥാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമൊന്നുമല്ല. ഇപ്പോ ഈ അപരബോധം എന്ന് പറയുന്ന ഒന്നിന്റെ ഒരു ലാർജർ സെൻസ് ആണ് ഈ സൊസൈറ്റൽ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ലാർജർ ഹിസ്റ്ററി ഉണ്ട്. അതിനെ തള്ളിക്കളയാനാണ് ഈ കഴിഞ്ഞ ഒരു കുറെ കാലമായിട്ട് ശ്രമം നടന്നിരുന്നത്. അപ്പൊ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു അശ്ലീലായിരുന്നു കുറച്ചു കാലം. അപ്പൊ അതിന്റെ അക്കൗണ്ടിലാ പക്ഷെ ജീവിക്കണത്. അതൊന്ന് വെറുതെ ഓർമ്മിപ്പിക്കണം എന്ന് മാത്രം. അതില്ലാണ്ടാവുമ്പോ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഡസ്ട്രി അത്രയും വലുതായി, അത്രയും സാങ്കേതിക വളർച്ച ഉണ്ടായി, വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായി. പക്ഷെ വൈറസിന്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റണില്ല. വൈറസിനെ നേരിടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി കൊണ്ട് പറ്റൂല. ഞാൻ കഴിഞ്ഞ ദിവസം രസമുള്ളൊരു വിവരം വായിച്ചു. അതായത് ലോകത്ത് ഈ 30 ലക്ഷം മനുഷ്യരിലും കൂടി പടർന്ന കൊറോണ വൈറസിന്റെ ടോട്ടൽ വെയിറ്റ് ഒരു 1.5 ഗ്രാമേ ഉള്ളൂ എന്ന്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം കുറച്ചല്ലേ ഉള്ളൂ, 1.5 ഗ്രാമേ ഉള്ളൂ 30 ലക്ഷം ആളുകളിലുള്ള മൊത്തം വൈറസിന്റെ വെയിറ്റ്. അപ്പൊ ഈ മനുഷ്യന്റെ ഈ പരാക്രമത്തിന്റെ ഒരു മറുപുറം കാണാനൊരു രസമുണ്ടല്ലോ. 1.5 ഗ്രാം വെയിറ്റ് ഉള്ള ഈ വൈറസ് ഇത്രയും മാറ്റം ബോംബും ഇത്രയും സൈന്യവും ഇത്രയും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നമ്മളെ സ്തംഭിപ്പിച്ചു നിർത്തുന്നു എന്നുള്ളത് മനുഷ്യർക്ക് ഒരു വിനയം ഉണ്ടാവാനും നല്ലതാ. ആ കണക്ക് മനസ്സിലാക്കിയാൽ അത് ശരിയാണ്. ഇപ്പം ആ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും കേരളം നന്നായിട്ട് കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കേരളം എന്ന് പറഞ്ഞ കേരളത്തിന്റെ ചരിത്രവും കേരളത്തിലെ ജനങ്ങളും നമ്മളുടെ പൂർവികർ നടന്ന വഴികളിൽ, അവര് പോയ വഴികളിലെ ഓർമ്മകൾ നമ്മളുടെ DNA-ലേക്ക് പകരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു ലൈഫ് സ്റ്റൈലിലേക്ക്. കാരണം എനിക്ക് ഇതൊന്നും തോന്നുന്നില്ല. കാരണം വളരെ നമ്മള് കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. എന്നാലും ഇങ്ങനെ 2 പ്രളയം വന്നു. ഇവിടെയൊക്കെ വരാറുണ്ട് ഇഷ്യൂസ് ഒക്കെ. പക്ഷെ ആ പ്രളയവും നിപ്പയൊക്കെ വന്നപ്പോ ജനങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടും ഒരു മൊത്തമായിട്ടൊരു എല്ലാരും കൂടിയിട്ടുള്ള ഒരു എഫേർട്ടാണ് ആ ഒരു സംഭവം ഒരു പുറത്തേക്ക് കിടക്കുക എന്നുള്ളത്. ആ ഒരു അതിജീവനത്തിന്റെ ഒരു അത് മലയാളിക്ക് കഴിയുന്നുണ്ട്. ബാക്കി എല്ലാ സമയത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സമയത്ത് എന്തോ ഒരു അതിപ്പോ നേരത്തെ പറഞ്ഞ ഈ കിച്ചന്റെ സംഭവം അതാണ്. ഇങ്ങനെ അത് നല്ലൊരു ഐഡിയ ആണല്ലോ, കുറച്ച് ആൾക്കാർക്ക് ഗുണം ഉണ്ടാവില്ല എന്ന് നമുക്ക് ചെയ്തുകൂടെ എന്നുള്ളൊരു ചിന്ത വരണം.
അതെ അതെ അതെ, ഇമ്മീഡിയറ്റ് ആയത് നടക്കാണ്. അതാണ് വലിയൊരു സംഭവം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റും അവിടെയാണ്. കാരണം അതെ അതെ. നമുക്ക് ധാരാളം മോശം കഥകൾ ഉണ്ട് നമുക്ക് പറയാനും ട്രോളാനും ഒക്കെ. പക്ഷെ നല്ല കഥകളാണ് നമുക്ക് നാളെ കാണുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം തോന്നുന്നത്. നല്ല കഥകളാണ്. നല്ല കഥകളുടെ ആവശ്യം വളരെ ഇതാണ്. ഇപ്പം നമ്മള് ഇപ്പം ഈ ഒരു സമയത്ത് ഇപ്പൊ പുസ്തകങ്ങളുടെ ഇപ്പൊ മാഷിന്റെ ഈ ഒരു കൂടുതൽ സമയം കിട്ടുന്ന സമയത്ത് മാഷിന്റെ എന്തൊക്കെയായിരുന്നു വായനയുടെ ഒരു രീതി ഉണ്ടായിട്ടുള്ളത് വ്യത്യസ്തമായിട്ട്? അത് നോക്കിയാൽ അതിലൊരു കൗതുകമുണ്ട്. വാസ്തവത്തിൽ ഇപ്പൊ 40 ദിവസത്തിന് മുകളിലായി. മാർച്ച് 20 അടച്ചിരുന്നു തുടങ്ങിയതാണല്ലോ. മാർച്ച് 22 മുതല് ഇപ്പൊ ഏപ്രിൽ മുഴുവൻ ഇരുന്ന് ഇപ്പൊ മെയ് 7-ാം തീയതി ഏതാണ്ട് 44-45 ദിവസമായിരിക്കുന്നു. അപ്പോ ഞാൻ ആദ്യം കരുതിയത് കനപ്പെട്ട ഏതെങ്കിലും പുസ്തകങ്ങൾ 2-3 തുടർച്ചയായിട്ട് വായിക്കാം എന്നാണ് ആദ്യം മനസ്സിൽ കരുതിയത്. പക്ഷെ വായിച്ചു തുടങ്ങുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, അപ്പൊ അതെന്റെ വ്യക്തിപരമായ പ്രശ്നമായിരിക്കാം. അപ്പൊ എന്നെ സംബന്ധിച്ചൊരു സോഷ്യൽ ലൈഫ് അപ്പുറം ഇല്ലാതെ എനിക്കൊരു പേഴ്സണൽ ലൈഫ് ഇല്ല. കാരണം ഞാൻ ആങ്കർ ചെയ്ത് നിൽക്കുന്നത് ഒരു സൊസൈറ്റിക്കുള്ളിലാണ്. ആ സൊസൈറ്റിയിൽ നിന്ന് കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു പൊങ്ങുതടിയാ. ഇതിങ്ങനെ പൊങ്ങി നിൽക്കുള്ളൂ. എനിക്ക് ആങ്കർ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നങ്കൂരിട്ട് നിൽക്കാൻ പറ്റില്ല. അതിനൊരു സോഷ്യൽ ലൈഫ് വളരെ ആവശ്യം എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ അങ്ങനെ ഒരു ആഴത്തിലുള്ള ഒരു വായന എന്നതിന് പകരം പിന്നെ ഞാൻ ചെയ്തത് ഒരു ലൈറ്റ് റീഡിങ്ങിന് പറ്റുന്ന ചില സാധനങ്ങൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ പഴയതിനേക്കാൾ കൂടുതൽ വായിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സീരിയസ് റീഡിംഗ് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ആദ്യഘട്ടത്തിൽ ഒട്ടും ആയിരുന്നില്ല. ഇപ്പൊ പിന്നെ കുറച്ചും കൂടിയൊക്കെ അടുത്തടുത്ത് വന്നപ്പോ കുറച്ചും കൂടിയൊക്കെ നമ്മൾ അതിനോട് യൂസ്ഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, കുറെ കൂടി വായനയൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ എന്താ പറയാ ഒരാഴ്ച ആദ്യത്തെ 2 ആഴ്ചയൊക്കെ കാര്യമായി വായിച്ചത് തന്നെയില്ല. വെറുതെ പത്രം നോക്കുക, ചില ആർട്ടിക്കിളുകൾ വായിക്കുക, ചില പുസ്തകത്തിലെ ചില ചാപ്റ്റേഴ്സ് വായിക്കുക, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്താ വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ ഏതെങ്കിലും വീഡിയോ കോൺഫറൻസ് പ്രസംഗം ഇങ്ങനെ തിരിച്ചു വരിക. പക്ഷെ അതിലൊരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ രണ്ടുപേര് കാണുകയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. പലതിലും ഈ FB ലൈവാ വരിക. FB ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കണ്ട് പ്രസംഗിക്കുക. അത് ഭയങ്കരമായ ഒരു അസ്വാസ്ഥ്യമുള്ള കാര്യമാണ്. മനുഷ്യരപ്പുറം വേണമല്ലോ നമുക്ക് എൻഗേജ് ചെയ്യാൻ. അതുകൊണ്ട് വായന നടന്നു പറഞ്ഞൂടാ. അതെ അതെ. കാരണം വായന വളരെയേറെ ഇപ്പൊ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ വായിക്കണം. പക്ഷെ അത് വായിക്കാൻ പോകുന്ന സമയത്തും പലപ്പോഴും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാഗ്രതമായി വായിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പുറത്തൊക്കെ കുറെ കാര്യം നടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വേറെ കാര്യം ചിന്തിക്കുന്നതുകൊണ്ട് ആ രീതിയിലേക്ക് അങ്ങ് പോയി പോകുന്നു എന്നുള്ളതാണ് എനിക്ക് വലിയൊരു പ്രശ്നമായിട്ടുള്ള സാധനം. അതാണ് കാരണം മുമ്പുണ്ടാവുന്ന കോൺസെൻട്രേഷനെക്കാട്ടും കൂടുതലായിരിക്കും കോൺസെൻട്രേഷൻ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് ഞാൻ അങ്ങടുത്ത് ചോദിച്ച ഒരാളോട് പറഞ്ഞു, ഞാൻ ഏകാഗ്രത വേണമെങ്കിൽ ഒട്ടും ഏകാഗ്രത ഇല്ലാത്തൊരു ലോകം അപ്പുറത്ത് വേണം, ബഹളം നിറഞ്ഞൊരു ലോകം അപ്പുറത്ത് വേണം. അപ്പൊ എനിക്ക് വിഡ്രോ ചെയ്തിട്ട് എനിക്ക് അകത്തിരുന്ന് വായിക്കാൻ പറ്റും. അവിടെ ശൂന്യാണെന്ന് വെച്ചാൽ എനിക്ക് ശൂന്യത തന്നെ എനിക്കുള്ളൂ, അല്ലാതെ ഏകാഗ്രതയല്ല. അപ്പൊ നമ്മൾ ഈ ശൂന്യത ഏകാഗ്രതയായിട്ട് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള ഒരു ശൂന്യതയാണ്. അതെ 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 അതെ, അത് ശരിയാണ്. അത് വലിയൊരു ഫാക്ടറാണ്. വാക്യൂം ഉണ്ട്. ഇപ്പൊ അവിടെ ഇപ്പം നമ്മളിപ്പം കാര്യങ്ങളൊക്കെ ഇപ്പൊ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. അതാണ് വേറൊരു വലിയൊരു സംഭവം. സാമൂഹികമായിട്ട് എന്ത് ഇമ്പാക്റ്റാ ഉണ്ടാവുക പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പൊ കേരളത്തിനെ ബാക്കി ഏതൊരു സ്ഥലത്തെ ബാധിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കേരളത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അതിനെ പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ ഡിസ്കഷൻസിന്റെയും ഡിസ്കോഴ്സുകളുടെയും ഭാഗമായിട്ട് വരേണ്ട. കാരണം നമുക്കൊരു സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമൊന്നുമല്ല അത്. ഒന്നുമല്ല, പറ്റും. പക്ഷെ ആരെങ്കിലും സോൾവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതെ, നമ്മൾ തന്നെ ചെയ്യണം. അല്ല, ഞാനതില് കേരളത്തിൽ കാണുന്ന ഒരു സാധനം വെച്ചാലേ, ഇപ്പോ ഈ മുഴുവൻ ആളുകളൊന്നും മടങ്ങി വരാൻ പോകുന്നില്ല. എങ്കിലും ഒരു 1,00,000-നും 1,00,000-നും ഇടയിൽ ആളുകൾ തിരിച്ചു വന്നേക്കും. ജോലി നഷ്ടപ്പെട്ടും മറ്റുമൊക്കെ ആയിട്ട് മടങ്ങി വന്നേക്കും. ഈ 1,00,000 അല്ലെങ്കിൽ 1,00,000 ആളുകൾ മടങ്ങി വരിക എന്ന് പറയുന്നത് എക്കോണമിയിൽ അത്യാവശ്യം നല്ല ഇമ്പാക്റ്റും ഉണ്ടാക്കും. പിന്നെ പുറത്തുള്ളവരുടെ എന്താ പറയാ റെമിറ്റൻസിന്റെ അളവ് കുറയുകയും ചെയ്യുമല്ലോ.
എന്തായാലും സമ്പദ് വ്യവസ്ഥയെ അത് നന്നായിട്ട് ബാധിക്കും. എനിക്ക് കേരളത്തിൽ തോന്നിയൊരു സാധനം, ഇപ്പോ കേരളത്തിൽ ഒരു സാധ്യത അവശേഷിക്കുന്നത് പണത്തിന്റെ തലത്തിലല്ല. ഗൾഫ് മണിയുടെ അതേ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും കേരളത്തിൽ വളരെ ആസൂത്രിതമായി ചെയ്താൽ കൃഷി കുറെ കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. ഇപ്പൊ കേരളത്തിലെ ലഭ്യമായ കൃഷിഭൂമിയിൽ തന്നെ ഒരു 70% കൃഷി ചെയ്യുന്നില്ല. പിന്നെ ഒറ്റതിരിഞ്ഞ ആളുകളുടെ ഈ സ്വകാര്യമായ ഇനിഷ്യേറ്റീവ് ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതെല്ലാം അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിച്ച് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് അതേസമയം ഒരു പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ കൂട്ടായ്മകളുടെയോ നേതൃത്വത്തിൽ വളരെ മോഡേണായി ഇൻഡസ്ട്രിയലൈസ് ചെയ്യപ്പെട്ട ഒരു രീതിയിൽ കൃഷി ഡെവലപ്പ് ചെയ്താൽ കേരളത്തിൽ ഇതൊരു വലിയ മാർക്കറ്റാണല്ലോ. അപ്പൊ നമ്മുടെ മാർക്കറ്റിന്റെ ആവശ്യത്തിന്റെ ഒരു 20% പോലും കേരളത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് 80% ഡെഫിഷ്യൻസി അവിടെ നിൽക്കുന്നുണ്ട്. ആ ഡെഫിഷ്യൻസി അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കത് ഒരു 50% മീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ തിരിച്ചു വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനും പറ്റും, നമ്മുടെ ഒരു ആവശ്യവുമായിട്ട് അതിനെ കൂട്ടിയിണക്കാനും പറ്റും. കാരണം മാർക്കറ്റ് ഓൾറെഡി ഉണ്ട്, അതില്ലാണ്ടാവാനും പോകുന്നില്ല. ആളുകൾക്ക് പച്ചക്കറി വേണം, ആളുകൾക്ക് അരി വേണം, ആളുകൾക്ക് ഈ സാധനങ്ങളെല്ലാം വേണം, കോഴി വേണം, മുട്ട വേണം, എല്ലാം വേണം. അപ്പൊ പക്ഷെ ഇത് ഒറ്റ തിരിഞ്ഞ് ഒരാളുകളും വീട്ടിൽ 5 കൃഷി ചെയ്ത് 5 കോഴി വളർത്തിയൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. മറിച്ച് അതിനൊരു ആസൂത്രണം വേണം. അങ്ങനെ ആസൂത്രണം ചെയ്താൽ ഇപ്പൊ വരുന്ന ഒരു പഞ്ചായത്ത്, 1000 പഞ്ചായത്ത് കേരളത്തിലുണ്ട്. ഒരു പഞ്ചായത്തിൽ ഇതിന്റെ ആസൂത്രണവും ഇതിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് 5-10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ 1 ലക്ഷം പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ വരുന്ന മുഴുവൻ ആളുകളെയും അല്ലെങ്കിലും അതിലൊരു മെജോറിറ്റിയെ നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം. കാരണം ഇതിന് മാർക്കറ്റ് ഉണ്ടാക്കണം, ട്രാൻസ്പോർട്ടേഷൻ വേണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയി കൂട്ടിയിണക്കണം. ഇതിൽ ഉറപ്പുള്ള ഒരു ഘടകം എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിന്റെ വിൽപ്പനയെ കുറിച്ച് യാതൊരു ഉത്കണ്ഠയും വേണ്ട. ഈ സാധനം ആളുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ സഹജമായി മേടിച്ചോളും. അത് ആസൂത്രണം ചെയ്യാനായിട്ട് നമ്മുടെ സംവിധാനത്തിന് കഴിയുമെന്നുള്ളതാണ്. 2 ഗുണമുണ്ട്. ഒന്ന്, കേരളത്തിന്റെ ഇതുവരെയുള്ള ഒരു കാർഷിക അപര്യാപ്തതയെ കുറെ മാറ്റാൻ പറ്റും. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് ആളുകൾക്ക് പിടിച്ചു നിൽക്കാനും പറ്റും. പക്ഷെ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് പക്ഷെ കുറച്ച് പ്രയാസകരമാണ്. എന്താ വെച്ചാൽ വാർഡ് തലം മുതൽ ഇതിനെ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പേ ജനകീയ ആസൂത്രണമൊക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ സാക്ഷരതാ പ്രസ്ഥാനമൊക്കെ വന്നല്ലോ, അങ്ങനെയുള്ള ഒരു കീഴ്ത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന മേൽത്തട്ട് വരെയുള്ള വലിയൊരു ആസൂത്രണം നടത്തിയാൽ ഈ തിരിച്ചുവരവുണ്ടാക്കുന്ന ഒരു 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 ഒറ്റപ്പെടലിനെ അവർക്കും മറികടക്കാൻ പറ്റും. ഫിനാൻഷ്യലിയൊക്കെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനും കേരളത്തിന് പറ്റും. അതിന് ഒരു വലിയ ഇനിഷ്യേറ്റീവ് വേണം. അതെ, കാരണം ഇങ്ങനെ അഗ്രികൾച്ചറൽ ഡെഫിനറ്റ്ലി ഒരു ഏർബൻ അഗ്രികൾച്ചറൽ എന്നുള്ള രീതിയിലും കാര്യങ്ങൾ ഇപ്പം പവർ ഓഫ് ദ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റീവൻ റിച്ച് എന്നൊരു മാഷ് എഴുതിയൊരു പുസ്തകമുണ്ട്. അപ്പം അതിൽ മൂപ്പര് ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളുകളിലേക്ക് ഈ കൃഷി അങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം കുട്ടികൾ വളരെ പാവപ്പെട്ട ന്യൂയോർക്കിലെ ഒരു നെയ്ബർഹുഡില്, അപ്പൊ കുട്ടികളിൽ ഡയബറ്റീസ്, കുട്ടികൾക്ക് സൂക്കേട്, ഇതൊക്കെ ഉണ്ടാവുന്ന കുട്ടികളൊന്നും പഠിക്കുന്നില്ല. അതിൽ അയാള് അവിടുന്ന് ജനിച്ച് വളർന്നൊരു ആളാണ്. അതുകൊണ്ട് അയാള് അവിടെ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വന്നപ്പോ അയാൾ വെർട്ടിക്കൽ ഗാർഡൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ടുണ്ടായ മെച്ചങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഒരു മോഡലായിട്ട് സ്കൂളുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ സ്കൂളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം കൺസ്ട്രക്റ്റീവായിട്ട് കാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. അപ്പൊ കുട്ടികൾക്ക് ഇതുവരെ കുട്ടികൾ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു സീഡ് നട്ടിട്ട് അതിങ്ങനെ വളർന്നു വരുന്ന കാണുന്ന സമയത്ത് ആദ്യമായിട്ടാണ് കുട്ടികൾ ഞാൻ ചെയ്തതിൽ ദിവസം വെള്ളം ഒഴിക്കുന്നുണ്ട്, എന്തോ ഒരു പോസിറ്റീവ് സാധനം ഉണ്ടായതായിട്ട് തോന്നുന്നത്. എന്നിട്ട് അവിടെ കുട്ടികൾക്ക് ഭക്ഷണം ആ വെജിറ്റബിൾസ് ഉണ്ടാക്കുകയും അതിൽ ബാക്കി വരുന്ന വെജിറ്റബിൾസ് കുട്ടികൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി കൊടുത്തു. അപ്പൊ അതിൽ ചില വീടുകളിലൊന്നും അവര് നല്ല പച്ചക്കറി കഴിച്ചിട്ടില്ല ഇതുവരെ ജീവിതത്തില്. അവര് ഈ പൊരിച്ച കോഴിയെ കഴിച്ചിട്ടുള്ളൂ, ഫ്രൈഡ് ചിക്കനെ കഴിച്ചിട്ടുള്ളൂ. അവര് ആകെ അറിയുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോ ഫ്രൈസ് ആണ്. അപ്പൊ അത് പിന്നെ ആ മോഡല് സ്കൂളുകളുടെ മെച്ചത്തിനും, പിന്നെ റൂഫ് ഗാർഡൻസ് ആയിട്ട്, ബിൽഡിങ്ങുകളല്ലേ, സ്ഥലമില്ലാത്തതിന്റെ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ റൂഫ് ഗാർഡൻസും വെർട്ടിക്കൽ അതൊരു കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ ന്യൂയോർക്ക് മാതിരി സ്ഥലത്ത് അതൊരു കൾച്ചറിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റിന്റെ ഇടയിൽ കൂടെ അയാൾക്ക് എത്ര സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതിനെക്കാട്ടും എത്ര എളുപ്പമായിരിക്കണം കേരളത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ.
അതെ അതെ, മൂവ്മെന്റ് വേണം. മൂവ്മെന്റ് വേണം. അല്ല ഒരു ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവായിട്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റില്ല. അതൊരു മൂവ്മെന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ഇനിഷ്യേറ്റീവ് പരാജയപ്പെടുമല്ലോ. അത് ശരിയാണ്. കാരണം ആ ഒരു മൂവ്മെന്റ് വഴി മാത്രമേ ഒരു വലിയൊരു ചേഞ്ച് ഈ ലോകത്തിൽ എവിടെയും ഉണ്ടാവാൻ പറ്റുള്ളൂ. അതിപ്പം ഒരു നമ്മൾ കാർഷിക വിപ്ലവം എന്നൊക്കെ പറയുന്ന മാതിരി ഇപ്പൊ ഒരു മോഡേൺ നീഡിൽ ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബി സെൽഫ് റിലയന്റ് ഇൻ ടേംസ് ഓഫ് ഫുഡ് എന്നുള്ള ഒരു സംഭവമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് സെൽഫ് റിലയന്റ് ആവാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇപ്പൊ ഞങ്ങളിപ്പോ എന്താ ചെറിയൊരു ഗാർഡൻ പിന്നില് ഈ ഒരു സമയത്ത് ഉണ്ടാക്കി കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നുള്ളതാണ്. ഒരു സാധ്യതയാണ് അത് ഡെഫിനറ്റ്ലി. അങ്ങനെയുള്ള ഇന്നോവേറ്റീവ് പക്ഷെ എനിക്ക് പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇന്നോവേറ്റീവ് ഡിസ്കഷൻസ് പലപ്പോഴും നടക്കുന്നില്ല, അല്ലെങ്കിൽ ജനകീയമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. അതെന്താ കാരണം എന്നുള്ളതാണ്. നമുക്ക് ഒരു പബ്ലിക് അല്ല, ഇപ്പൊ നമ്മൾക്കിപ്പോ പരമ്പരാഗതമായ ഒരു ഡിസ്കോഴ്സിന്റെ ഫ്രെയിംവർക്ക് ഉണ്ടല്ലോ. രണ്ട് മുന്നണികൾ അപ്പുറമുണ്ട്, കുറെ ജാതിയുണ്ട്, മതമുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ നിരന്തര ചർച്ചകളല്ലാതെ ഈ ഒരു ക്രൈസിസിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പഴയ രൂപത്തിൽ ഇതിൽ ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സമ്മർദ്ദം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ പഴയതുപോലെ പറഞ്ഞാൽ ഇപ്പൊ ഫോർ ആൻ എക്സാമ്പിൾ സമരം നടത്താൻ പറ്റില്ല, സമ്മേളനം നടത്താൻ പറ്റില്ല. ഈ ഇഷ്യൂനെ അഡ്രസ് ചെയ്യണമെങ്കിൽ പഴയ മെത്തേഡ്സോ പഴയ രീതികളോ ഒന്നും പര്യാപ്തമല്ല. അപ്പൊ ഈ സമ്മർദ്ദത്തെ വാസ്തവത്തിലെ എല്ലാ സംഗതികളും ഒരു ചലഞ്ചിനോടുള്ള റെസ്പോൺസ് ആണല്ലോ. ഇതിപ്പോ ഒരു ചലഞ്ചാണ്, ഒരു സിവിലൈസേഷണൽ ചലഞ്ചാണ്. അതിനോട് ക്രിയേറ്റീവായി റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ വലിയൊരളവോളം ഈ നമ്മൾ ഇതുവരെ ഉണ്ടാക്കി എന്ന് പറയുന്ന ആ നേട്ടത്തെ ഞാനിതിൽ കാണുന്നതെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഈ സൊസൈറ്റൽ എന്ന് പറയുന്ന എലമെന്റിനെ ഇതിലേക്ക് കൂട്ടിയിണക്കിയാൽ കേരളത്തിന് ഇപ്പോൾ ഉള്ള ചില പരിമിതികളെ കൂടി കുറച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നലായിരിക്കുമല്ലോ. ഇതൊരു സാധ്യതയാണ്. പിന്നെ ഇന്നലെ CM ഒക്കെ പറഞ്ഞതുപോലെ ഇപ്പൊ യൂറോപ്പിനെ അല്ലെങ്കിൽ ചൈനയൊക്കെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഇൻഡസ്ട്രി ഒക്കെ കുറച്ചുകൂടി ഡീസെൻട്രലൈസ് ചെയ്യപ്പെടാം. അത്തരം സാധ്യതകളെ ടാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ മൊത്തത്തിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിരിച്ചുവരവ് എന്നുള്ളത് അങ്ങനെ വലിയ ഒരു മാരക പ്രശ്നം ആവില്ല എന്നൊരു വിശ്വാസം എനിക്കുള്ളത്. ആദ്യം നമ്മൾ വരുന്ന ആളുകളെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുക, അവരെ ആദരവോടെ കാണുക. കാരണം അവര് തന്ന പണത്തിന്റെ ബലത്തിലാണല്ലോ ഇത്രയും കാലം ജീവിച്ചത്. അല്ല, സ്വന്തം കാലിലേക്ക് തിരിച്ചു നിൽക്കാൻ കൂടുതൽ സാധ്യതകൾ കേരളത്തിനുണ്ട്. കാരണം എന്താ വെച്ചാൽ ന്യൂയോർക്ക് മാതിരി ഒരു പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അതൊന്ന് റീകൂപ്പ് ചെയ്യാൻ എത്ര സമയമെടുക്കും. നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനും മുന്നോട്ട് പോകാനുള്ള, കാരണം ഭയങ്കരമായിട്ടുള്ള കൊറോണ ബാധ്യത ഉണ്ടായിരുന്നെങ്കിലും ഈ വരുന്ന ആൾക്കാർ വരും. അപ്പൊ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഈ ഞാൻ പറയും ഈ ഓടുന്ന സമയത്ത് അടി കിട്ടുമ്പോ ചിലര് വീഴും, ചിലര് തട്ടിത്തടഞ്ഞു പോവും, നൊണ്ടും. പക്ഷെ എന്നാലും ഞൊണ്ടിയാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ അടിഞ്ഞ് എണീക്കാൻ പറ്റാണ്ട് വീണ് പോയിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്തതിൽ നമ്മുടെ വിജയം വളരെ നല്ലതാണല്ലോ. ലോക നിലവാരത്തിൽ തന്നെ എന്താ പറയാ, ഇപ്പൊ നാഷണൽ ആവറേജ് തന്നെ 3.3 ആയിരിക്കുമ്പോ നമ്മുടെ 0.06 ആയിട്ട് നിൽക്കുന്നു, അല്ല 0.6 ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഏത് ലെവലിലും ഇപ്പൊ റിക്കവറി റേറ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ 80% മുകളിലായല്ലോ. അത് ഒരു വലിയ റിക്കവറി റേറ്റ് അല്ലേ. ഇന്ത്യയെ സംബന്ധിച്ചായാലും ലോകത്തെ സംബന്ധിച്ചായാലും റിക്കവറി റേറ്റ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് സമൃദ്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറെ കൂടി മെച്ചപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പം നമ്മള് കുറെ നേരമായി, ഒരു മണിക്കൂറായി. അപ്പൊ എന്തായാലും ഈയൊരു അവസരം കൊണ്ട് നമുക്ക് സൂമിൽ സംസാരിക്കാൻ പറ്റി. ഇപ്പൊ അടുത്തേക്ക് അറിഞ്ഞൂടാ ഇനി എപ്പോഴാണ് അടുത്ത നാട്ടിലേക്ക് എന്നുള്ളത് അറിഞ്ഞൂടാ. ഞാൻ മെയ് ജൂണിലാവും വരാനിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തായാലും അത് ഇനിയിപ്പോ ഡിലേഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഒരു ക്ലോസിംഗ് നോട്ടില് മാഷ്ക്ക് ഇപ്പൊ ഈയൊരു അവസരത്തിൽ ജനറലി മലയാളികളോട് പറയാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസിംഗ് നോട്ട്. ഞാൻ ക്ലോസിംഗ് നോട്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ ജീവിതം അല്ലെങ്കിൽ ചരിത്രമൊക്കെ നമുക്ക് തന്ന വലിയ ചില മികവുകളുടെ പുറത്താണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് അതിജീവിച്ച് നിൽക്കുന്നത്. ഇപ്പൊ മലയാളി ഒരുപക്ഷെ മറന്നുപോയൊരു മൂല്യം അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ സാമൂഹികത എന്നുള്ളൊരു മൂല്യമാണ്. അതിനെ പരിഹസിക്കാനും പുച്ഛിക്കാനും ഒക്കെ തുനിയുകയും മതഭ്രാന്തും ജാതിഭ്രാന്തും
വിഭാഗീയതയൊക്കെ ആയിട്ടുള്ള ഒരു വഴി കഴിഞ്ഞ കുറെ കാലം കൊണ്ട് കേരളീയ ജീവിതത്തിൽ വേരുപിടിച്ചിട്ടുണ്ട്. അത് ആത്മവിമർശനപരമായി തിരിച്ചറിയാനുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു സാഹോദര്യ ബോധത്തിന്റെ ബലമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അല്ലാതെ ഈ വിഭാഗീയതയൊന്നുമല്ല, ഈ ജാതി മതമൊന്നുമല്ല, ഈ സാഹോദര്യ ഭാവമാണ്. അത് മലയാളിയുടെ ഉള്ളിൽ തട്ടാൻ ഒരു സന്ദർഭമാണിത്. അത് ചരിത്രം ഉണ്ടാക്കി തന്ന ഒരു സന്ദർഭമാണ്. അത് തിരിച്ചറിയാൻ കൂടുതൽ ഒരു വിനയത്തോടെ മലയാളികൾ സന്നദ്ധരാവണം എന്നാണ് എനിക്കതിൽ തോന്നുന്ന ഒരു കാര്യം. അത് ശരിയാണ്. അപ്പൊ അതെന്തായാലും ഒരു നല്ലൊരു ക്ലോസിംഗ് നോട്ടാണ് നമുക്ക് അങ്ങോട്ട് ഇതാക്കാൻ വേണ്ടി. അപ്പൊ ഇനിയും സംസാരിക്കാം നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം കാരണം ഞാൻ നോക്കുന്നത് എന്താ പറഞ്ഞാൽ ആൾക്കാരുമായി സംസാരിച്ചിട്ട് ഒരു എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസ്കഷനിലേക്ക്. കാരണം പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്ക് പാസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പ്രസന്റിന്റെ മുകളിൽ ഫ്യൂച്ചറിന്റെ കാര്യം മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഉള്ളത് ഫ്യൂച്ചർ മാത്രമേ ഉള്ളൂ. ഇനി സംസാരിക്കാം. ശരി സാർ. ഓക്കെ, താങ്ക് യു.